ചെറുപുഴ കുണ്ടന്തടം മുത്തപ്പൻ പൊടിക്കളം പ്രതിഷ്ഠാ ഉത്സവത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു. ചലച്ചിത്രതാരം ഊർമിള ഉണ്ണി ഉദ്ഘാടനം ചെയ്തു. കുണ്ടന്തടത്ത് പുതുതായി നിർമ്മിച്ച മുത്തപ്പൻ പൊടിക്കളം പ്രതിഷ്ഠാ ഉത്സവത്തിന് തുടക്കമായി. സാംസ്കാരിക സമ്മേളനം ചലച്ചിത്രതാരം ഊർമിള ഉണ്ണി ഉദ്ഘാടനം ചെയ്തു. എനിക്കറിയില്ല എവിടെ ഇങ്ങനെ ഒരു ക്ഷേത്രം ഉണ്ടെന്നോ, ക്ഷേത്രം വരുന്നു എന്നോ, ഇതുപോലെ സ്നേഹമുള്ള ആൾക്കാരുണ്ടെന്നോ എനിക്കറിഞ്ഞൂടാ. പക്ഷേ ഭഗവാൻ എന്നെ വിളിക്കുകയാണ്, ഊർമിളെ നീ ഒന്ന് വന്നിട്ട് ഒരു ഭദ്രദീപം കൊളുത്തിയിട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞ പോലെ എന്നെ വിളിക്കുന്നതാണ്. അതെനിക്കൊരു മഹാഭാഗ്യമുള്ളതായിട്ട് എൻ്റെ അമ്മ പറയാറുണ്ട് എന്നോട്. അമ്മ ജീവിച്ചിരുന്നപ്പോൾ ഒരുപാട് അമ്പലങ്ങൾ, പൊങ്കാല തന്നെ ഒരു 100 അമ്പലത്തിലെങ്കിലും പൊങ്കാല ഇട്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. പൊങ്കാലയ്ക്ക് വിളക്കൊളുത്താൻ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെയൊക്കെ പ്രാർത്ഥന ഇങ്ങനെ ഗുരുവായൂർ പോകണം, കോട്ടയംകര പോകണം എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വിചാരിക്കണം, നമ്മളൊരു ദേശത്ത് ജീവിക്കുമ്പോൾ തദ്ദേശത്തുള്ള ദേവന്റെ അനുഗ്രഹമാണ് നമുക്ക് വേണ്ടത്. ആ ഈശ്വരന്റെ അനുഗ്രഹമാണ് അല്ലേ. നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ അപ്പുറത്തെ വൃദ്ധസ്ഥാനത്തിൽ പോയിട്ടല്ല അത്യാവശ്യം നോക്കേണ്ടത്. അമ്മയെ നോക്കാം. സ്വന്തം അമ്മ എൻ്റെ വീട്ടിൽ വയ്യാണ്ടിരിക്കേണ്ട, ആ അമ്മയെ നോക്കിക്കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് പോയാൽ മതി അല്ലേ. എല്ലാവരും നോക്കണം, നോക്കണ്ടെന്നല്ല പറയുന്നത്. പക്ഷേ അത്തരം കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ പുതിയ ക്ഷേത്രങ്ങൾ ഉണ്ടാവുന്നത്. ആ ദേശത്തുള്ള ആൾക്കാരെ സംരക്ഷിക്കാനും അവിടെ നല്ലൊരു സംസ്കാരം വളർത്തിയെടുക്കാനും എപ്പോഴും ക്ഷേത്രങ്ങൾ ഒരുപാട് സംസ്കാരം ആ ദേശത്തിന് കൊടുക്കുന്ന സ്ഥലമാണ്. അത് നമ്മൾ മറക്കരുത്. പല കലകളായാലും അല്ലേ, സാഹിത്യത്തിനൊക്കെ ഇനിയിപ്പോൾ ഇവിടെ വേദികൾ ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. ഇതൊന്നും ആയിട്ടില്ല, തുടക്കമാണ്. ഇനി എന്തൊക്കെ എനിക്ക് മറ്റേ പാലിയേറ്റീവിനെ കുറിച്ച് കേട്ട് വളരെ അത്ഭുതവും സന്തോഷവും തോന്നി. കാരണം ഒരു ക്ഷേത്രങ്ങളിൽ നിന്നും അത്തരം ഒരു സഹായം ചെയ്യുന്നതായിട്ട് എനിക്ക് അറിവില്ല. അത് വലിയൊരു കാര്യമാണ്. ഒരു ക്ഷേത്രം ഉയരുന്നതിനോടൊപ്പം തന്നെ കുറേ പേർക്ക് ആശ്വാസമായിട്ട് ഒരു സൈഡിൽ കൂടെ ഒരു സഹായം, എന്തൊരു വലിയ കാര്യമാണ് ചെയ്തിരിക്കുന്നത്. മഹാ അത്ഭുതം തന്നെ. എനിക്ക് തോന്നുന്നില്ല എറണാകുളത്ത് അങ്ങനെ ഒരു ടൗൺ പോലെയുള്ള ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു കാര്യം ആരും ചെയ്യുന്നതായിട്ട് എനിക്കറിയില്ല. എന്തായാലും ഇതുപോലൊരു നാട്ടുമ്പുറത്ത് ഇത്രയും നല്ല മനുഷ്യരുടെ മനസ്സുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ഇവിടെ ഉണ്ടാവുന്നത്. ഈ സംസ്കാരം വളർത്തിയെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും, ക്ലാസിക്കലായിട്ടൊരു കല പഠിപ്പിച്ചാൽ മതി. ഒരു ഡാൻസ് പഠിപ്പിക്കുക, ഒരു പാട്ട് പഠിപ്പിക്കുക കുട്ടികളെ. എന്തിനാണ് നമുക്ക് സ്കൂളിൽ മാത്രം പഠിപ്പിച്ചാൽ പോരെ? നമ്മളൊക്കെ എന്തിനാണ് കുട്ടികളെ ഡാൻസും പാട്ടും ഒക്കെ പഠിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നത്? ഒരു കല പഠിക്കുന്നതിൻ്റെ കൂടെ ഒരു സംസ്കാരം കൂടെ പഠിച്ചു പോകും. എന്തിന്? അച്ഛനമ്മയും കണ്ടാൽ തൊട്ടേലെ വയ്ക്കണം അല്ലേ, മൂത്തവരെ കണ്ടാൽ ഒന്ന് നമസ്കരിച്ചോളൂ. ഇതൊക്കെ ഡാൻസും പാട്ടും പഠിക്കുന്ന കുട്ടികൾക്ക് വരുന്ന ഗുണങ്ങളാണ്. പൊടിക്കളം പ്രസിഡന്റ് പി തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. പാലിയേറ്റീവ് വിഭാഗത്തിന്റെ ഉദ്ഘാടനവും ആദരവും പെരിങ്ങം CRPF DIGP പി പോളി നിർവഹിച്ചു. ഷാജി തലവിൽ പ്രഭാഷണം നടത്തി. വിവിധ ക്ഷേത്രങ്ങളെ പ്രതിനിധീകരിച്ച് S കുമരേശൻ, സുരേഷ് നായർ നരമ്പിൽ, TV വിജയൻ, TP ചന്ദ്രൻ, P രാകേഷ്, V രാജൻ എന്നിവരും ആഘോഷ കമ്മിറ്റി കൺവീനർ PR രൂപിൻ, P സന്തോഷ് എന്നിവരും സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഞായറാഴ്ച രാവിലെ 7:41-നും 9:43-നും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ പുളിയൂർ റിഗേഷ് മടിയൻ്റെ കാർമ്മികത്വത്തിൽ പ്രതിഷ്ഠാകർമ്മം നടക്കും. 10:30-ന് മുത്തപ്പൻ ദൈവത്തെ മലയിറക്കൽ ചടങ്ങ്, 12-ന് മുത്തപ്പൻ്റെ പുറപ്പാട്, 12:30 മുതൽ അന്നദാനവും ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. 5 ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ നേടാൻ റെഡിയാണോ? മലയോര മേഖലയിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂമായ പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്നു സമ്മാന പെരുമഴ. ഏപ്രിൽ 1 മുതൽ മെയ് 15 വരെ പർച്ചേസ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന സമ്മാന കൂപ്പണിലൂടെ ദിവസേനയുള്ള നറുക്കെടുപ്പിൽ സ്വർണ്ണ നാണയം സ്വന്തമാക്കാനുള്ള സുവർണാവസരം. ഈ ഉത്സവ സീസൺ ആഘോഷിക്കൂ പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം. ചെറുപുഴ, ആലക്കോട്, പാടിയോട്ടുചാൽ. ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.